2026-27 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി അപ്ലൈ ചെയ്യുന്നുള്ള ഡേറ്റ് വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഡിപ്ലോമ കഴിഞ്ഞവർക്കും അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും 2026 മെയ് 25 വരെ അപേക്ഷ ഫീസ് അടയ്ക്കുന്നതിനും 2026 മെയ് 26 വരെ അപേക്ഷ സമർപ്പിക്കുന്നതിനും കഴിയുന്നതാണ്. അപ്ലൈ ചെയ്യുന്നവർ 31/12/2026 18 വയസ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് 1100 രൂപ ജനറൽ ആൻഡ് SCBC കാൻഡിഡേറ്റ്സിനും 550 രൂപ SC ആൻഡ് ST കാൻഡിഡേറ്റ്സിനുമാണ്. എന്നാൽ നമുക്ക് ഈ എക്സാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നമുക്ക് ആ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു വെബ്സൈറ്റ്, അതായത് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. സോ ആ ഒരു വെബ്സൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഒരു ഇൻ്റർഫേസിൽ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു വിൻഡോയിൽ ബിടെക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് 2026 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ വിൻഡോ, അതായത് രജിസ്ട്രേഷൻ ചെയ്യേണ്ട വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. സോ ന്യൂ രജിസ്ട്രേഷൻ, അതായത് പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവർ ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് വരും. അതായത് ഇവിടെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ് നെയിം അതുപോലെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഇമെയിൽ അഡ്രസ്സ് ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് തന്നെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം. സോ വൺസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു രജിസ്ട്രേഷൻ ID കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെയിൽ ID-യിലായിരിക്കും വരുന്നത്. സോ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ലോഗിൻ പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകണം. സോ വൺസ് നമ്മൾ ആ രജിസ്ട്രേഷൻ ID-യും പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് വരും. ഈ ഒരു ഇൻ്റർഫേസിൽ ആദ്യം നമുക്ക് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോട്ടോയും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നേച്ചറും നമ്മൾ കൊടുക്കണം, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോട്ടോ 150 പിക്സൽ, അതായത് വിഡ്ത്ത് വരുന്നത് 150 പിക്സലാണ്. അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 200 പിക്സലാണ്. മാക്സിമം അപ്ലോഡഡ് ഫയൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 KB ആണ്. സോ അത് രണ്ടിനും ആപ്ലിക്കബിൾ ആണ്, അതായത് ഫോട്ടോയ്ക്കായാലും സിഗ്നേച്ചറിനായാലും ആപ്ലിക്കബിൾ ആണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് കോൺടാക്ട് നമ്പർ അതുപോലെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യണം. സോ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഇൻട്രസ്റ്റഡ് ഇൻ ബിടെക് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ ആണോ അതാണോ നമ്മുടെ താല്പര്യം എന്ന് നോക്കിയിട്ട് നോ ആണോ എസ് ആണോ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിറ്റി ആൻഡ് റിസർവേഷൻ ക്ലെയിംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളവർ കൊടുക്കേണ്ടതുണ്ട്. സോ വൺസ് നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് ആ ഒരു നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകാം. സോ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻറ്റ് ഡീറ്റെയിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. ഇവിടെ നമ്മുടെ പേരൻറ്റ് നെയിമും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് പേരൻറ്റ് ഒക്കുപ്പേഷൻ അതുപോലെയുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും കൂടെ കൊടുത്ത് ഇവിടെയും നമ്മൾ ആ ഒരു സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കണം. സോ നമ്മൾ ആ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഇൻ്റർഫേസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യണം. അതായത് ഇയർ ഓഫ് പാസിംഗ് ആയാലും ക്വാളിഫയിങ് എക്സാം ഏതാണ്, അതായത് ഡിപ്ലോമ ആണെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ആണെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാർക്ക് എത്രയാണ് മാക്സിമം മാർക്ക്, അതുപോലെ തന്നെ ഗ്രേഡ് ഒപ്റ്റെയിൻ, നമുക്ക് എത്ര ഗ്രേഡാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എക്സാമിനേഷൻ സെൻറ്റർ, അതായത് നമ്മുടെ ആ ഒരു ലാറ്ററൽ എൻട്രി ടെസ്റ്റിൻ്റെ ഒരു എക്സാമിനേഷൻ സെൻറ്റർ നമ്മൾ എവിടെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്ന് നമ്മൾ നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് അതും കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെക്സ്റ്റ് ഇൻ്റർഫേസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 1100 രൂപ എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു ജനറൽ ആൻഡ് SCBC കാൻഡിഡേറ്റ്സിനാണ്. അതുപോലെ തന്നെ 550 രൂപ വരുന്നത് നമ്മുടെ SC ആൻഡ് ST കാൻഡിഡേറ്റ്സിനാണ് വരുന്നത്. സോ ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെല്ലാൻ മുഖേനയും അതുപോലെ തന്നെ UPI പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് മുഖേനയാണ് നമുക്ക് ഈ പേയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നത്. സോ വൺസ് നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ് ടു ബി അപ്ലോഡഡ്. സോ ഇവിടെ ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ SSLC ആൻഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ്, പിന്നെ ക്വാളിഫയിങ് എക്സാം മാർക്ക് ലിസ്റ്റ്, ഇത്രയും നമ്മൾ അപ്ലോഡ് ചെയ്യണം. സോ വൺസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കറസ്പോണ്ടിങ് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത, അതായത് നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ നമ്മൾ വെരിഫൈ ചെയ്യണം. കാരണം വൺസ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു കറക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. സോ എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് ടിക്ക് കൊടുത്ത് നമ്മൾ ആ ഒരു സേവ് ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിയും. ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിൻ്റെ പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ്. സോ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ നോക്കുക. താങ്ക് യു.